ഇത്രയും നാളും നമ്മൾ താങ്കൾ ഒരു 2 ടേം MP ആയിരിക്കുന്ന സമയത്ത് അന്നേരം UDF എന്ന് പറഞ്ഞ ആ ഒരു മുന്നണിയിലായിരുന്നു. താങ്കൾ ഇത്രയും വികസനങ്ങൾ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സ്വാഭാവികമായിട്ടും UDFിൽ നിന്നും മാറി ഇപ്പോൾ LDF അനുകൂലിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശയപരമായ മാറ്റങ്ങൾ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? ഞങ്ങൾ മാറിയതല്ല. താങ്കൾ UDFിൻ്റെ MP ആയിട്ടിരുന്ന് ഇത്രയും വികസനങ്ങൾ ഇവിടെ കോട്ടയം മണ്ഡലത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നും മാറി വരുമ്പോഴത്തേക്കിനും UDF LDF എന്നുള്ളതിൽ വെച്ചല്ല നമ്മൾ ഈ വികസനം നടത്തുന്നത്. വികസനം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയി ഏത് സർക്കാരാണേലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. ഞങ്ങൾ UDFിൽ ഒരു 35 വർഷക്കാലത്തോളം UDFിൻ്റെ ഭാഗമായിട്ട് നിന്നതാണ്. പക്ഷെ വലിയൊരു ദുഃഖകരമായ ഒരു കാര്യം, ചെറിയ ഒരു പെറ്റി കാര്യത്തിന് വേണ്ടി ഞങ്ങളെ എടുത്ത് പുറത്താക്കി. അതാ UDF എന്ന് പുറത്താക്കി കഴിഞ്ഞ് ഞങ്ങൾ 2 മാസം വെയിറ്റ് ചെയ്തു. ഇനി അവരെങ്ങാനും നമുക്കവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വീകരിച്ചില്ല. അവർ പക്ഷേ UDF പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ചില എല്ലാവരും നേതാക്കന്മാർ ഓർത്ത് കാണും, ഞങ്ങളെ പുറത്താക്കിയാൽ മാൻസാറിൻ്റെ അച്ചാച്ചൻ്റെ വേർപാടിന് ശേഷം ഉടനെയാണ് സംഭവം നടന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇല്ലാതെ ആയി. അതൊരു ഡബിൾ ഷോക്ക് ആയിരുന്നു ആ സമയത്ത്. അച്ഛൻ്റെ വേർപാടും അതിനുശേഷം ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു വിഷമമായിപ്പോയി. വലിയൊരു ഷോക്കാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മളൊരു 35 വർഷക്കാലം ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു മുന്നണിയുടെ കൂടെ നിന്നതിന് ശേഷം പെട്ടെന്ന് നമ്മളെ എടുത്ത് ഒരു കാരണം ഒരു ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ ഇഷ്യൂ ആണ്, ഓക്കെ, ഇത് ഒരു ചെറിയ പ്രാദേശികമായ ഇഷ്യൂവിൽ നമ്മളെടുത്ത് പുറത്താക്കണം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഡെലിബറേറ്റ് ആണ്. ഒറ്റ കാര്യമുള്ളൂ, ഇത് നമ്മളെ ചിലപ്പോൾ നമ്മൾ തീർന്നു പോകും എന്നുള്ളത് ചിലപ്പം അങ്ങനെ തോന്നിക്കാം. ഞങ്ങൾ 1-2 മാസക്കാലം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ നിയമസഭാ ഇലക്ഷനും ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായില്ലെങ്കിൽ കേരള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം അനുസരിച്ച് നമുക്ക് ജയിക്കാൻ പറ്റിയത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇടതുപക്ഷത്തേക്ക് പോയി. അവർ നമ്മളെ ചേർത്ത് പിടിച്ചു. ലോക്കൽ ബോഡി ഇലക്ഷൻസ്, പ്രാദേശിക ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്നതിന് ശേഷം നിയമസഭയിൽ നിന്നു. നമ്മൾ അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇതിന് ശേഷം ഞാൻ പറയുന്നത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ചെയ്ത വികസന പദ്ധതികൾ ചരിത്രത്തിൽ ഇത്രയും വികസന പദ്ധതികൾ നടത്തിയിട്ടുണ്ടോ? ഞാനൊരു LDFിൻ്റെ ആളായിട്ട് പറയുകയല്ല, അല്ലാതെ ഞാൻ പുറത്ത് ജസ്റ്റ് മാറി നിന്നൊരു സാധാരണക്കാരനായി ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും പറയുമ്പോഴും അവൻ്റെ ഷൂവിൽ കയറി നിന്നിട്ട് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കും. അപ്പം നമുക്ക് എപ്പോഴും അനലൈസ് ചെയ്യാൻ പറ്റും. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും അതെങ്ങനെയായിരിക്കും മറ്റുള്ളവരെ ബാധിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കുമെന്ന് നോക്കിയിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാറുള്ളൂ. പക്ഷേ അത് കുറച്ച് കമ്പൽസമാണ് എങ്കിലും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എത്രയോ വികസന പദ്ധതികൾ നമുക്ക് നടത്താൻ ആ കണ്ടിന്യൂവേഷൻ ഓഫ് പവർ ഉണ്ടായതുകൊണ്ട്, രണ്ടാമത്തെ ടൈം കിട്ടിയതുകൊണ്ട് ഒത്തിരി ചെയ്യാൻ കഴിഞ്ഞു. പല കാര്യങ്ങൾ എല്ലാ പല സമുദായങ്ങളുടെയും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയ്ക്കും UDFിലായിരുന്നപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ LDF വന്നപ്പോൾ ചെയ്തു. അപ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു, ഇപ്പോൾ തെരുവുനായുടെ വിഷയമാകട്ടെ, വന്യമൃഗത്തിൻ്റെ വിഷയമാകട്ടെ, ബഫർ സോണിൻ്റെ വിഷയമാകട്ടെ, ഇവിടെ റബ്ബറിൻ്റെ വിഷയമാകട്ടെ, ഏത് വിഷയമാണേലും ഒരു പ്രതിപക്ഷം എങ്ങനെയാണോ ഇടപെടേണ്ടത് അതുപോലെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിന് പരിഹാര മാർഗം കണ്ടു. പക്ഷെ ഒരിക്കൽ പോലും ഇപ്പോൾ ഞങ്ങളൊരു സർക്കാരിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ആ സർക്കാരിനെ പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിച്ചിട്ടില്ല.